വിപണിയിൽ നല്ല ഡിമാൻഡുള്ള സാധനമാണിത്. എല്ലാ കർഷകർക്കും ഇത് പിന്തുടരാവുന്നതാണ്. എന്നുവെച്ചാൽ പണി കുറവും ആദായം കൂടുതലാണ്, വിലയും കിട്ടുന്ന ഒരു സാധനമാണ് ഈ ചെറുകിഴങ്ങ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂമലയ്ക്കടുത്തുള്ള വട്ടായി എന്ന പ്രദേശത്താണ്. ഇതൊരു കർഷകരുടെ തന്നെ ഒരു ഏരിയയാണ്. ഒരുപാട് കൃഷിയൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ പുരുഷോത്തമൻ എന്ന ചേട്ടൻ, അദ്ദേഹം പാരമ്പര്യമായി വർഷങ്ങളായി കൃഷി ചെയ്തു വരികയാണ്. സാർ നമസ്കാരം, ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. ഇവിടെ വന്ന് നമ്മളിപ്പോൾ മഴയാണെങ്കിലും ഒരുപാട് കൃഷിയിടങ്ങൾ കണ്ടു. അങ്ങനെ പോയി ഒരുപാട് ഇടങ്ങൾ, സ്വന്തം സ്ഥലം അല്ലേ, ചേട്ടൻ അനിയന്മാരുടെ സ്ഥലം, പിന്നെ നമ്മൾ വാങ്ങിച്ച സ്ഥലം, അധ്വാനിച്ച് മണ്ണിൽ അധ്വാനിച്ച് നേടിയെടുത്ത സ്ഥലം, അങ്ങനെ ഒരുപാട് സ്ഥലം, ഒരേക്കറോളം ഉണ്ട്. എങ്ങനെയാണ് ശരിക്കും ഈ കൃഷിയിലേക്ക് ശരിക്കും പാരമ്പര്യമായി വന്നതാണ്, എന്നാലും എങ്ങനെയാണ് ഇതിലേക്ക് ഇത് തന്നെ വേണം എന്ന ഒരു ചിന്തയിൽ എത്തിയത്? അത് എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. ആദ്യം അച്ഛൻ്റെ കൂടെ നടക്കുന്ന കാലത്ത് തന്നെ, അച്ഛൻ കൃഷിക്കാരനായിരുന്നു, അച്ഛൻ്റെ കൂടെ നടന്ന തന്നെ കൃഷിയോട് താല്പര്യം. വേറെ ഒരു മേഖലയിലേക്ക് എൻ്റെ നോട്ടമില്ല. ഇത് തന്നെയാണ് നമ്മുടെ താല്പര്യം. അത് കാരണം അത് മുൻകൊത്തി കൊണ്ടിരിക്കും. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കൃഷികൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇപ്പോ വാഴ, നേന്ത്രവാഴ, അങ്ങനെ റോബസ്റ്റ, ചെറുകിഴങ്ങ് പറയും. ഇതാണ് ചെറുകിഴങ്ങ്. ഇതാണ് ചെറുകിഴങ്ങ്. മാർക്കറ്റ് കൂടുതൽ കൃഷി ചെയ്ത കൂടുതൽ നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന്. ഇപ്പൊ മാർക്കറ്റിൽ കൊണ്ടിറങ്ങുമ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കായും കൂടുതൽ നട്ടിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ഏരിയ നട്ട് കൂടുതൽ പൈസ കിട്ടും, കൂടുതൽ ചെലവ് കുറയുന്ന സാധനങ്ങളാണ് കൂടുതൽ നടണത്. അങ്ങനെയാണ് അതിന്റെ മാറി മാറി കൃഷി. റെഡ് ലേഡി ആണെങ്കിലും അതന്നെ, കുക്കുംബർ ആണെങ്കിലും പയറ് പിന്നെ വേനൽക്കാലത്ത് നമ്മൾ ചീര നടും. ബാക്കി എല്ലാ കൃഷികളും പയറൊക്കെ നടും വേനൽക്കാലത്ത്. അങ്ങനെ പിന്നെ ഇപ്പൊ നമുക്ക് വഴുതനയുണ്ട്. പിന്നെ നമുക്ക് നാണ്യവിളകൾ എന്ന് പറയുന്ന പോലെ ഒരു ഇടവിള പോലെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. സമ്മിശ്ര കൃഷി റോബസ്റ്റയാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ. റോബസ്റ്റിന്റെ നേന്ത്രവാഴ കുറച്ചൊക്കെ വെട്ടി കഴിഞ്ഞു. അപ്പൊ അത് പുതിയ കൃഷികൾ ഇപ്പൊ പുതിയ നട്ടിട്ടുണ്ട്. ഇവിടെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നട്ട് വെച്ചിട്ട് നിറയെ പയറൊക്കെ വെച്ചിട്ടുണ്ട്. പയർ നട്ടിട്ടുണ്ട്. അത് ഞാൻ വളമായിട്ട് ഉപയോഗിക്കാനായിട്ടും ശരിക്കും പാരമ്പര്യമായ കാർഷിക അറിവുകളൊക്കെ അറിവൊന്നും തികഞ്ഞിട്ടില്ല. ഇനിയും അറിവുകൾ കുറെ കിട്ടാണ്ട്. ആരോടെങ്കിലും എന്ത് വന്നാലും ചോദിച്ചു മനസ്സിലാക്കും. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാ സമയത്തും എന്തെങ്കിലും കാലാവസ്ഥയും ഡിമാൻഡും അനുസരിച്ച് നേരിട്ട് നമ്മൾ എങ്ങനെയാ അതിന്റെ വിപണി എങ്ങനെയാണ്? ശരിക്കും കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് വിപണി കണ്ടെത്തുന്നത്. ഇപ്പൊ നമ്മള് കൊണ്ടുപോകുന്ന തൃശ്ശൂര് ഒരു അഗ്രോ മാർക്കറ്റിന്റെ അവരുടെ കൃഷിഭവൻ മുഖാന്തരം ഒരാഴ്ച ചെന്ന് നടത്തുന്നുണ്ട്, ചൊവ്വയും വെള്ളി. അപ്പൊ അവിടെയാണ്. അല്ലെ പണ്ട് ഞാൻ നിർത്തിയാനെനിക്ക് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ മാർക്കറ്റ് അത്ര അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മാർക്കറ്റ് കൊണ്ടുവരുന്ന പൈസ തരില്ല, വില കുറച്ചേ കിട്ടുള്ളൂ. ഇപ്പം അവിടെ കൊണ്ട് കൊടുക്കുന്നവരുടെ കൂടിയിട്ട് പൈസക്ക് തടസ്സമില്ല, ഒരു തിരക്കില്ലാത്ത വില കിട്ടും. നല്ല സാധനം കൊടുത്താൽ നല്ല വില ഡിമാൻഡ് ഉണ്ട് അവിടെ. നമ്മൾക്ക് നല്ല ഇതായിട്ട് കൊണ്ടുപോകണതാണ്. അത് കാരണം എല്ലാവർക്കും താല്പര്യമാണ്. അത് കാരണം നല്ല ചിലവുണ്ട്. എന്തായാലും സന്തോഷം ഇവിടെ വന്ന് നമുക്കിതൊക്കെ കാണാൻ പറ്റിയതിൽ. എന്താണ് നമ്മുടെ ഒരുപാട് പേര് ഈ കൃഷി മേഖലയിലേക്ക് ഇന്ന് വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ സാറിന്റെ ഒരു അനുഭവം എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ? നമ്മൾ തന്നെ വിചാരിച്ച കാര്യം, ഡിപ്പാർട്ട്മെൻറ്റുകാരൊക്കെ ഈ ഇതിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്ക് കർഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും നിർദ്ദേശിച്ച് അവരുടെ കൂടെ നിന്നാൽ തന്നെയാണ് കർഷകർ വരുള്ളൂ. അല്ലെങ്കിൽ കർഷകർ പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി കൃഷിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പരാജയപ്പെടുകയുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല. അത് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ നന്നാവുന്ന എൻ്റെ അഭിപ്രായത്തിൽ. അപ്പൊ ഒരു താല്പര്യം വേണം, പ്ലസ് വേണ്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം. നല്ല സപ്പോർട്ടാണ് ഇവിടെയൊക്കെ ഈ ഒരു കൃഷിഭവനൊക്കെ നമ്മൾ നല്ല താല്പര്യമുണ്ട്. അവര് നമ്മൾ എല്ലാ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, കാര്യങ്ങൾ തയ്യ വിത്തൊക്കെ തരും. നല്ല സപ്പോർട്ടാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേട്ടാ ഇവിടെ വന്ന് നമുക്ക് ഇതൊക്കെ കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഐഡിയകളൊക്കെ നമുക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിലും. ശരിക്കും നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ലാൻഡ് വാങ്ങാൻ പറ്റും, പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഒക്കെ കഴിയാൻ പറ്റും. അങ്ങനെ അത് ആ രീതിയിൽ തന്നെ ചെയ്യണം എന്നൊരു മെസ്സേജാണ് ചേട്ടൻ നൽകാറുള്ളത്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഈ പൂമല ഭാഗത്തുള്ള ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ ഏരിയയിൽ ഒരുപാട് കർഷകരുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ വാർത്തയും നമ്മളും വിചാരിക്കുന്നത്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.